അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയത്. പക്ഷേ അകൽച്ച വല്ലാതെ കടുത്തുപോയി. മിണ്ടാട്ടമില്ലാതെ മാസങ്ങൾ നീണ്ടു. തമ്മിൽ കണ്ടാലും അപരിചിതരായി അകന്നു നിന്നു. രണ്ടാളുടെയും വീടുകൾക്ക് നടുവിൽ നീണ്ടുകിടക്കുന്നത് പുൽമേടാണ്. അത് മുഴുവൻ പറിച്ചു കളഞ്ഞ് അനുജൻ അവിടെ ഒരു കുളമുണ്ടാക്കുന്നുണ്ട്. അതോടെ അവരുടെ മക്കളും പരസ്പരം അകന്നു തുടങ്ങി. അതിനിടയ്ക്കൊരു ദിവസം ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കൊരാൾ വരുന്നുണ്ട്. മരപ്പണിക്കാരനാണ്. ജോലി വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. വീടിനകത്ത് ജോലിയൊന്നുമില്ല, പുറത്തൊരു ജോലിയുണ്ട്. ആ കുളത്തിനപ്പുറത്തൊരു വീട് കാണുന്നില്ലേ? എൻ്റെ അനുജൻ്റെ വീടാണ്. എനിക്കാ വീട് കാണേണ്ട. പറ്റുന്നത്ര ഉയരത്തിൽ ഇവിടെ ഒരു മതിലുണ്ടാക്കി തരാമോ? പഴങ്ങൾ വിൽക്കാൻ നാളെ ഞാൻ പട്ടണത്തിലേക്ക് പോകും. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. വരുമ്പോഴേക്ക് ഇവിടെ മതിലുണ്ടാകണം. ആവശ്യമുള്ളത്ര മരങ്ങൾ മുറിച്ചോളൂ. മരപ്പണിക്കാരൻ ആ ജോലി ഏറ്റെടുക്കുന്നുണ്ട്. വീട്ടുകാരൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. 8 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. മതിലു കാണാനുള്ള ആവേശത്തോടെ ഓടിവന്ന അയാൾ വീടിന് മുന്നിലെ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. മതിലില്ല. കുളത്തിനു മുകളിലായി ഒരു പാലം പണിതു വച്ചിരിക്കുന്നു. 2 വീടുകളെയും ബന്ധിപ്പിക്കുന്ന ആ പാലത്തിൽ രണ്ടാളുടെയും മക്കൾ ഓടിക്കളിക്കുന്നുണ്ട്. അനുജൻ അതിലൂടെ നടന്നു വന്ന് ജ്യേഷ്ഠൻ്റെ കൈ പിടിക്കുന്നുണ്ട്. നിന്നോട് നന്ദിയുണ്ടടാ. ദേഷ്യത്തിൻ്റെ പുറത്ത് കുളം കുത്തിയെങ്കിലും പിന്നെ വല്ലാതെ കുറ്റബോധമായി. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എന്നെ കൈവിട്ടില്ലല്ലോ. ഈ പാലം പണിതതിന് നിനക്ക് നന്ദി. സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിക്കുന്നതും കണ്ട് സന്തോഷത്തോടെ മരപ്പണിക്കാരൻ മടങ്ങാനൊരുങ്ങുമ്പോൾ ജ്യേഷ്ഠൻ ഓടി വരുന്നുണ്ട്. നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണ് കേട്ടോ. ഞാൻ നിങ്ങളെ മറക്കില്ല. കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാമോ? ജോലികൾ എത്ര വേണേലും ഞാൻ നൽകാം. ക്ഷമിക്കണം, ഇവിടെ നിൽക്കാൻ സന്തോഷമാണ്. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. ഇനിയും എത്രയോ മനുഷ്യരിലേക്ക് എത്താനുണ്ട്. പാലങ്ങൾ ഒരുപാട് പണിയാനുണ്ട്. ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഓർമ്മ വരുന്നുണ്ടോ എന്തെങ്കിലും? നമുക്കും കുറേ പാലങ്ങൾ പണിയാമായിരുന്നല്ലേ? എത്രയെത്ര അവസരങ്ങളായിരുന്നു നമ്മുടെ മുന്നിൽ വന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ നമ്മളിപ്പോഴും മതിലുകളുടെ അകത്ത് തന്നെ ജീവിക്കുകയാണ്. ഇണക്കവും പിണക്കവും സ്വാഭാവികമാണ്. പിണങ്ങാൻ കാണിക്കുന്ന മനസ്സ് ഇണങ്ങാനുമുണ്ടാകുമ്പോൾ ജീവിതം അത്രമേൽ മനോഹരമാകുന്നത് കാണാം. അറിയാതെ നമ്മൾ ആവശ്യപ്പെടാതെ കടന്നു വന്ന ചില ആളുകളും ബന്ധങ്ങളും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയും കൈ ചേർത്ത് പിടിക്കാനാവണം നമുക്ക്. പിണങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇണങ്ങാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവൂ. അത് അവനോടുള്ള സ്നേഹവും പരിഗണനയുമാണ്. മാപ്പ് എന്ന 2 അക്ഷരം പറയാൻ നമുക്കിപ്പോഴും മടിയാണല്ലേ? നീ മിണ്ടിയാൽ മിണ്ടാമെന്ന് ഞാനും, ഞാൻ മിണ്ടിയാൽ മിണ്ടാമെന്ന് നീയും കരുതിയാൽ പരസ്പരമുള്ള ഈ മൗനം ഒരു ഖേദത്തിന് കാരണമായാലോ? മിണ്ടുന്നത് ഒരു തോൽവിയോ നാണക്കേടോ അല്ലാന്നേ. അതൊരു അഭിമാനമായി മാറുന്ന ഒരു കാലമുണ്ട്. കാലമെത്ര കഴിഞ്ഞാലും നമ്മളെത്ര മാറിയാലും ബന്ധങ്ങളല്ലാതാകുന്നില്ലല്ലോ. മാപ്പ് കൊടുക്കാൻ കഴിയണ്ടേ? മനുഷ്യനാണ്. തെറ്റ് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ മാപ്പ് എന്ന പ്രതിവിധിയുള്ളത്. നിറങ്ങളെല്ലാം കാണുന്നുവെങ്കിലും എല്ലാ നിറവും ഒരുമിച്ച് കൂടുന്ന മഴവില്ലിന് പ്രത്യേക ഒരഴകല്ലേ എന്നതുപോലെ മനുഷ്യരെ ഭംഗിയുള്ളവനാക്കുന്നത് അതൊന്നിച്ചു നിൽക്കുമ്പോഴാണ്. മാലയിലെ ഒരു മുത്ത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അഭംഗിയും അകൽച്ചയും എത്രയാണോ അത്രയും തന്നെ സ്നേഹവും അടുപ്പവും മനുഷ്യരിലും നഷ്ടമാകില്ലേ? സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയുന്നവരാകണം നമ്മൾ. ഒരുമിച്ച് നിന്ന് സ്നേഹിക്കാനും സ്നേഹത്തോടെ വിയോജിക്കാനും സാധ്യമാകണ്ടേ നമുക്ക്? ഖുർആൻ നമ്മോട് പറയുന്നില്ലേ, ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സമാധാനവും ശാന്തിയും ഉണ്ടാക്കണം. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.